ആ ഒരു ഡെവലിഷ് കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടാ വരുന്ന കേട്ടോ. എന്തോ ഒരു ഡെവലിഷ് പരിപാടി കാണിക്കാൻ സാധ്യതയുണ്ട്. റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് വാലി മൂവിയാണ്. അപ്പൊ വാലി നമ്മളെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഏകദേശം ഒരു ക്ലൈമാക്സിലേക്ക് എനിക്ക് തോന്നുന്നു അടുക്കാറായി. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ കുറെ നേരമായി ഇങ്ങനെ ആള് എന്താ പറയാ പിടിക്കപ്പെടുന്നില്ല. പക്ഷെ ആളുടെ ക്യാരക്ടർ അത്ര ശരിയില്ല. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ സീനിന്റെ അകത്ത് ചെറിയ എവിടെ ഒരു ഡൗട്ട് ഉള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ശിവ എന്ന് പറയുന്ന അനിയൻ ക്യാരക്ടറിന് ചെറുതായിട്ടൊന്ന് ആ ഒരു മറ്റേ ഡോക്ടറെ അടുത്ത് ആള് കുറച്ചൊന്ന് ഇമോഷണൽ ആയ സമയത്ത് സോറി ഒക്കെ പറയുന്നില്ലേ. അപ്പൊ ആ സമയത്ത് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പോലും ആൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ശരിക്കും എന്താ പറയാ ബ്രദർ ക്യാരക്ടർ, യങ്ങർ ബ്രദർ ക്യാരക്ടർ ഭയങ്കര ഒരു ടെൻഷനിലാണ്. എന്താണ് ബിലീവ് ചെയ്യേണ്ടത്? രണ്ടുപേരും ഭയങ്കര പ്രിയപ്പെട്ടവരാണ്. പക്ഷെ ഇവിടെ സിമ്രൻ മാമിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്രയും ഭയങ്കര ഒരു പ്യുവർ ക്യാരക്ടറാണ്. അതായത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ വിടാനായിട്ട് റെഡിയുമല്ല. പക്ഷേ ബ്രദർ തിരിച്ചു വന്നാൽ, നന്നായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ റെഡി ടു ആക്സെപ്റ്റ് ആണ്. പക്ഷെ മറ്റേ ക്യാരക്ടർ ലൂസ് തരമായി. അത് പ്രത്യേകിച്ച് ആ ഒരു ഡോക്ടറെ അടുത്തുള്ള ഒരു എക്സ്പ്രഷൻ സീനാട്ടോ എടുത്ത് പറയേണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അടുത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ ആ ഒരു സീനിലോട്ട് പോകാം. റെഡി? തുടങ്ങാം. ഇമോഷണൽ ഒന്നല്ലോ. ഡോക്ടറാ പറഞ്ഞേ. അവിടെ അങ്ങനെ ആക്കിയോ? നമ്മളെ കാണിച്ചില്ല. ജസ്റ്റ് ഒരു അല്ലെങ്കിൽ എന്താ പറയാ ഇതിങ്ങനെ ആയിപ്പോല്ലേ. ഡോക്ടർ എന്ന് വെച്ചാല് പോയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. நம்ம கோவாக்கு தான் ஹனிமூன் போறேன்னு உடனே என் ஃப்ரெண்ட் உமாக்கு போன் பண்ணேன். ஐயோ எனக்கு சொல்லல, அவ ஹஸ்பண்ட் இங்க தான் நேவி ஆபீசரா இருக்காரு. உங்க ஹனிமூன் இங்க கெஸ்ட் ஹவுஸ்ல தான் உமா சொல்லிட்டான். நானும் ஒத்துக்கிட்டேன். நம்ம ஹனிமூன் இங்க இல்ல, அங்கதான். सिंह साहब जी, डू यू नो काश्मीर ड्राइव? मालूम मैडम. उधर जाइए ना. अच्छा. സ്ഥലം മാറ്റി. കാരണം ചേട്ടൻ ബുക്ക് ചെയ്ത് പറഞ്ഞാൽ ചേട്ടൻ ചിലപ്പോൾ പിന്നെ വരില്ലേ. இப்படி ஒரு நல்ல இடத்துல எனக்கு ஹனிமூன் நடக்குதுன்னா இத்தனை நாள் தள்ளி போயிட்டு போல இருக்கு. நமக்கு எப்போது வந்தா ஹனிமூன். ஆனா சார் அப்படி இல்லையா, எப்பவுமே ஹனிமூன் தான். ஆனா நீங்க ஏன் சார் இதை பண்ணிருக்கீங்க? என்னுடைய டியூட்டி டென்ஷன் ஆண்டவனுக்கு தான் சார் தெரியும். உங்களுக்கு தான் தேவைப்பட்டா உடனே ஃபோன் பண்ணுங்க, நான் பக்கத்துல தான். ஓகே, பட் இன்னைக்கு ஈவினிங் ஷாப்பிங் போறோம். அதுக்கு நான் ஃபோன் பண்ண மாட்டேன், நீங்களே வந்துடணும். ஓகே. നേവിയിലാണല്ലോ പറഞ്ഞത്. വാച്ച്മാൻ आपका क्या रखना अपना ऑटोमा. ഓ അവരുടെ സ്വന്തമാണത്. ഇവിടെ വന്നല്ലേ മറ്റേ സൈറ്റ്, മറ്റേ ഹോട്ടലിലാ വന്നേക്കണേ. ചേട്ടന്റെ വഴി ബുക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലേ. അവിടെ സിമ്രനെ മാറ്റ് ചെയ്ത് സംഭവം. എന്തിനാ എല്ലായിടത്തോട്ട് വലിഞ്ഞേറി വരുന്നത്? ഒരു വില്ലൻ ഷെയ്ഡ് ആക്കിയാലോ. ഓ ആളുടെ ലക്ക് അല്ലേ. ശരി, അതാണ് ആ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത. എന്താ അറിയോ, ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇത്ര സക്സസ് ആവില്ലല്ലോ ആള് ലൈഫില്. ആ ഒരു ഡെവലിഷ് കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടാ വരുന്ന കേട്ടോ. എന്തോ ഒരു ഡെവലിഷ് പരിപാടി കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് ഈ ഡ്രസ്സില്. ഇല്ലേ, രസമില്ലേ? രസമുണ്ട്. ഞാനിപ്പോ ആ ക്യാരക്ടറിന്റെ കൂടെ ഉള്ളതാണ്. ആ ഡ്രസ്സിൽ നല്ല രസമുണ്ട് കാണാൻ. ബ്ലാക്ക് കയ്യിലിര് മാത്രമേ ഉള്ളൂലെന്നുള്ളൂ. മന്മഥൻ, മന്മഥനിൽ അങ്ങനത്തെ ഒരു സാധനല്ലേ. പിന്നെ നമ്മളെ മറ്റേ ഇതിലും ഇല്ലേ, അത്താടൂലോ കല്യാച്ചേലോ, ഇതിലും മറ്റേ അയ്യോ ചെരുപ്പ് വെച്ച് കണ്ടുപിടിച്ചു. അല്ല അങ്ങനെയൊക്കെ വിടൂ ഒരു ഹോട്ടലിന്റെ ഉള്ളോട്ടൊക്കെ വെറുതെ കയറി ചെല്ലാനീറ്റ്. ഗസ്റ്റ് ഹൗസ് അല്ലേ? ഓ ചിലപ്പോ ഇവിടെ ഗസ്റ്റിന്റെ അതേ ഫേസ് കട്ട് അല്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ആ ഒരു മ്യൂസിക് അല്ലേ. ഓ ആ ബീജും ഭയങ്കര മറ്റേ രീതിയിലാക്കണൊക്കെ. ക്യാരക്ടർ എന്തോ ഒരു പ്രശ്നം. ഈ ക്യാരക്ടറെ ഫസ്റ്റ് അഡ്മിറ്റ് ആക്കേണ്ടത്.
കണ്ട് സീന് മാറി. ഇപ്പൊ മനസ്സിലായ ഇപ്പൊ പൊടി എന്റെ കിട്ടി. ബ്രദർ അതാണ്, എന്റെ ബ്രദർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആള് മനസ്സിലാക്കാണ്. ഇവിടെ ഈ ക്യാരക്ടർ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. ഓ മനസ്സിലായി തോന്നുന്നു. ആൾക്ക് മറ്റേ സെൻസിങ് പവർ കൂടുതലായിരിക്കും. ആൾക്ക് മനസ്സിലാവില്ല. കട്ട മനസ്സിലായി. യെസ്. ഈ ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻ നോക്കിയ ഫേസിലെ ആളിപ്പോഴാ മനസ്സിലാക്കിയത്. മനസ്സിലായി. ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത്? ഓ எங்க அண்ணனை தப்பா நினைக்காத. அந்த ஒரு வித்தியாசம் மட்டும் இல்லைன்னா இந்த அவனை கொண்டுட்டு டாக்டர் சிவான்னு சொல்லி என்னோட குடும்பம் அடிச்சு பாருங்க. അതാണ് അന്ന് പറഞ്ഞ അടി കാണിച്ചിട്ടേ ഉള്ളൂ. നമ്മള് സൈലന്റ് ആയിരുന്നു. 10 மாசம் எங்க அம்மா வயித்துல நான் கூட இருக்கேன். எனக்கு தெரியாது அவளை பத்தி. വില്ലൻ, കറക്റ്റ് വില്ലനായി. ബ്രദർ പോയിട്ട് വില്ലനായി. സെൽഫിഷ് ബ്രദർ അല്ലേ? അത് മാക്സിമം ആ സമയത്ത് പോലും ഡബിൾ ഷെയ്ഡ് കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് കാണിക്കാൻ നോക്കിയാണ്. ചിലതൊക്കെ എന്താ പറയാ മിറർ ഷെയ്ഡിൽ കാണിക്കാൻ നോക്കിയറിയോ? ബ്രില്യന്റ് ആയിട്ട്. ശരിക്കും അങ്ങേർക്കായിരിക്കില്ലേ കുറച്ചുകൂടി പവർ ഉണ്ടാവാ അല്ലേ? ഓ കൊല്ലാൻ നോക്കണോ മാക്സിമം? ഓ ഇമോഷണൽ കാണിക്കാൻ നോക്കുന്നുണ്ട് അവിടെ ബ്രദർ. ഭയങ്കര ഇങ്ങനത്തെ സൈഡ് കണ്ടിട്ടായിരിക്കും മറ്റേ മങ്കാത്തേക്ക് കൊടുത്തത്. ചാക്കിൽ പൊതിഞ്ഞെടുക്കാൻ പോണ ഓ അവിടെ ഫുള്ള് മാറ്റി. என்ன அவசரம்? 2 பேரும் உள்ள வந்து போங்க. சாப்பிட்டு போலாம். இல்ல நான் கிளம்புறோம். சரி. Thank you. Bye. ഓ അവിടെ ഷോപ്പിങ്ങിന് പോയല്ലോ. ഇങ്ങനെ കൊണ്ടുപോയി കൂടായിരുന്നു. അപ്പൊ ஐயோ நான் ஷாப்பிங் போயிட்டு வரது. മറ്റേ ക്യാരക്ടർ പിടിക്കുന്നുണ്ട് അനിയനെ പോലെ. அம்மா என்ன பாட்டு கேட்டிட்டு இருக்க? അതുപോലെ ഫേസ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. எவ்வளவு ஜாலியா இருந்து தெரியுமா? உமா ஹஸ்பண்ட் ஒரு நேவி ஆபீசரா இருந்தா கூட சின்சியர் ஹஸ்பண்டா ஷாப்பிங் எல்லாம் வராரு. நீ சின்சியர் ஏதாவது பண்ணிக்கியா? நீ ஒண்ணும் சொல்ல வேண்டாம். நீ ஒண்ணும் சொல்ல வேண்டாம். சரி என்ன சொல்ல போற? அப்ப பேசாம இரு. பட் உனக்கு ஒரு எக்ஸ்கியூஸ் இருக்கு. நீ வீட்ல சும்மா இல்லாம எல்லாம் நல்லபடியா அரேஞ்ச் பண்ணி வச்சிட்ட பாரு. That's good. ആളാ ഒരു കറക്റ്റ് ആയിട്ടാണ് മാനേജ് ചെയ്തത്. അല്ലെങ്കിൽ ചിരിക്കാറില്ല. ആൾക്ക് കേൾക്കാൻ പറ്റാത്തതിന്റെയാണോ കാണിച്ചത്? അതോ പിന്നെ അല്ലെങ്കിൽ ചിലപ്പോ പാട്ട് മറ്റേ അന്ന് കോപ്പറേറ്റിന്റെ സംഭവം ഉണ്ടായിരുന്നല്ലോ അതുപോലെ ആയിക്കോട്ടെ. ഓക്കെ വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും. ശബ്ദത്തിൽ വെക്കുന്ന അതാണ് കാണിച്ചേക്കുന്നത്. ചിലപ്പോ അവരെന്നെ കട്ട് ചെയ്തായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് അന്നൊരു ഓർമ്മയില്ല. ഓക്കെ മറ്റേ ലൈബ്രറിയിൽ വെച്ചിട്ട് എനിക്ക് ഓഫ് ആക്കുന്ന സ്ഥലത്തായിരിക്കും അവിടെ മറ്റേത് വരാൻ പോണേ. அங்க எல்லாம் ரெடி. என்ன ஃபர்ஸ்ட் சோறு சாப்பிடுறியா சப்பாத்தி சாப்பிடுறியா? சோறு சாப்பிடுறியா சப்பாத்தி சாப்பிடுறியா? சொல்லு. பெட்டு
சொல்லு. ഇവിടെയാണ് ആ ക്യാരക്ടറിന്റെ ഒരു നെഗറ്റീവ്. ओ खुश लग गया. फर्स्ट മാനേജ് ചെയ്ത് नो नो நான் கஷ்டப்பட்டு சமைச்சு வச்சிருக்கேன்ல. ஃபர்ஸ்ட் நான் சமைச்சத சாப்பிடு. அப்புறம் அப்புறம் ஆக்சுவலா நம்ம ஃபர்ஸ்ட் டைம் எப்படிலாம் நடக்கும்னு நினைச்சிருக்கேன் தெரியுமா? கிட்ட வா. காலை கொடு. ഒന്നും കേൾക്കാം കാണാം. അതാണ് കേൾക്കുന്നത് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. ആൾക്ക് മനസ്സിലായില്ല. அப்போ நீ என்ன பண்ணணும்? ഒന്നും മനസ്സിലാവുന്നില്ല ആൾക്ക്. ஹாப்பியா? ആൾക്ക് കൊടുത്തേക്കണവർക്ക് മറ്റേതാണ് അത്. இதுக்கு மட்டும் பேச்சே இருக்காது. അവിടെ ആള് പക്ഷെ മറ്റേ രീതിയിൽ മാനേജ് ചെയ്യുന്നില്ല. അനിയൻ കാണിക്കുന്ന ഒരു സംഭവല്ലേ ഇവിടെ എനിക്ക് വേണം അനിയും വരാൻ സാധ്യതയുണ്ട് തിരിച്ച്. വന്നു കഴിഞ്ഞാൽ നേരം തീർക്കും. അത് ഉറപ്പാണ് അല്ലേ? അതെ